സർവസജ്ജമായി മുന്നേറുകയാണ്. ഈ മുന്നേറ്റം കൊണ്ട് ചൈനയും അമേരിക്കയും കണ്ണുതള്ളി നിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വാസ്തവം. അതുകൊണ്ടാണല്ലോ സൗഹൃദത്തിലേക്ക് ഇപ്പോൾ ചൈന കൂടി വരുന്നത്. ഇങ്ങനെ അങ്ങ് ഏറ്റുമുട്ടി നിൽക്കാൻ സാധിക്കില്ല എന്ന് നന്നായിട്ട് ചൈനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. അമേരിക്ക സൗഹൃദ ഭാവത്തിലാണെങ്കിലും ഒരു ഉൾഭീതി അമേരിക്കയ്ക്കുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ. ഇനി ബാക്കി കാര്യത്തിലേക്ക് വരാം. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതിനെല്ലാം കാരണം സാമ്പത്തികം. അതായത് ഇവരൊക്കെ നമ്മളെ ബഹുമാനിക്കാനും ഇപ്പോൾ ഒരു അംഗീകരിക്കാനും ഒക്കെ കാരണം സാമ്പത്തികമായിട്ടുള്ള ഇന്ത്യയുടെ മുന്നേറ്റം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ആയുധപ്പുര, അതായത് ഡിഫൻസിൽ ഉണ്ടാകുന്ന കുതിച്ചുകയറ്റം കൂടിയാണ്. വല്ലാത്തൊരു കുതിച്ചുകയറ്റമാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അംഗീകരിക്കപ്പെടേണ്ടി വരുന്നു എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഏറ്റവും മികച്ച യുദ്ധ ടാങ്ക് കൂടി ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. വെറും യുദ്ധ ടാങ്ക് എന്നൊന്നും കരുതിയേക്കല്ലേ. ലോകത്തെ ഏറ്റവും മികച്ച പർവ്വതം കയറുന്ന യുദ്ധ ടാങ്കാണ് ഇന്ത്യ വികസിപ്പിച്ചത്. ചൈനയുടെ ചങ്ക് തകർക്കുക എന്നത് തന്നെ പ്രധാന ലക്ഷ്യം. ഇതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത യുദ്ധ ടാങ്ക് സോറവാർ ആണ് ഇപ്പോൾ പരീക്ഷിച്ചത്. വൻ വിജയമാണ് കേട്ടോ. തീ പാർന്ന 105 mm വെടിയുണ്ടകൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് പായിക്കും. ലഡാക്കിലും പാക് അതിർത്തിയിലും ഇത് വിന്യസിപ്പിക്കും. 25 ടണ്ണാണ് ഈ ടാങ്കിന്റെ ഭാരം. സാധാരണ ടാങ്കുകൾക്ക് 50 ടണ്ണോളം ഭാരമുണ്ട്. ഇതിന്റെ ഭാരം 25 ടൺ ആക്കിയത് എന്തിനാണെന്ന് മനസ്സിലായോ? ചീറ്റപ്പുലി പോലെ പർവ്വതം കയറാൻ. DRDOയും ലാൻസൻ ആൻഡ് ടൂബ്രോയും സംയുക്തമായാണ് സോറവാർ വികസിപ്പിച്ചത്. ഇന്ത്യൻ സൈന്യത്തിനായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്ക് പദ്ധതി DRDO മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് അവലോകനം ചെയ്തിട്ടുമുണ്ട്. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള ചൈനീസ് വിന്യാസത്തെ പ്രതിരോധിക്കാൻ കിഴക്ക് ലഡാക്ക് സെക്ടറിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് DRDO ഈ ടാങ്ക് വികസിപ്പിച്ചത്. ടാങ്കിന് കനത്ത ഭാരമുള്ള T-72, T-90 ടാങ്കുകളേക്കാൾ വളരെ എളുപ്പത്തിൽ മലനിരകളിലെ കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെ സഞ്ചരിക്കാനും നദികളും മറ്റ് ജലാശയങ്ങളും മുറിച്ചു കടക്കാനും കഴിയും. DRDO മേധാവിയുടെ അഭിപ്രായത്തിൽ ടാങ്ക് 2027ഓടെ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോറവാറിന്റെ സവിശേഷതകളെക്കുറിച്ച് അഭിപ്രായപ്പെട്ട DRDO ടാങ്ക് ലാബ് ഡയറക്ടർ രാജേഷ് കുമാർ പറഞ്ഞത് എന്താണെന്നറിയാമോ? അതിങ്ങനെയാണ്: സാധാരണയായി 3 വ്യത്യസ്ത തരം ടാങ്കുകളുണ്ട്. ഭാരം അനുസരിച്ച് 3 വിഭാഗങ്ങളുമുണ്ട്: ഹെവി ടാങ്കുകൾ, മീഡിയം ടാങ്കുകൾ, ലൈറ്റ് ടാങ്കുകൾ. ഓരോന്നും അതിൻ്റെ പങ്ക് സംരക്ഷണത്തിനുള്ളതാണ്. ഈ ടാങ്കിന്റെ സവിശേഷമായത് ഒരു ടാങ്കിന്റെ ഭാരവും അതുപോലെ തന്നെ തീ പാറുന്ന വെടിയുണ്ട ഗോളങ്ങൾ ശക്തിയോടെ പായിക്കുകയും ചെയ്യും. തീയും ശക്തിയും ചേർന്നതാണ് കരുത്ത്. മൊബിലിറ്റി, സംരക്ഷണം എന്നിവയെല്ലാം ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് തന്ത്രപരമായ പ്രയോജനത്തെക്കുറിച്ചും എല്ലാം ലഡാക്ക് പോലുള്ള ഉയരമുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് വർദ്ധിച്ച കഴിവുകൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത ലൈറ്റ് ടാങ്കാണ് സോറവാർ. ലഡാക്കിലേക്കും പടിഞ്ഞാറൻ ടിബറ്റിലേക്കും സൈനിക പര്യവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ 19ാം നൂറ്റാണ്ടിലെ ഡോഗ്ര ജനറൽ സോറവാർ സിംഗിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കാര്യമായ ഫയർ പവർ, സംരക്ഷണം, നിരീക്ഷണം, ആശയവിനിമയ ശേഷി എന്നിവ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും വലിയ പർവ്വതം കയറ്റക്കാരൻ എന്ന പേരും ഇതിനുണ്ടേ. ഇതിന്റെ ഭാരം വെറും 25 ടൺ. വലിയ ടാങ്കുകൾക്ക് അപ്രാപ്യമായ ദുഷ്കരമായ പർവ്വത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ ഇതിന് കഴിയും. മൊത്തം 354 ലൈറ്റ് ടാങ്കുകൾ വാങ്ങാൻ പദ്ധതിയിട്ടുകൊണ്ട് 59 സോറവാർ ടാങ്കുകൾക്കായി ഇന്ത്യൻ സൈന്യം പ്രാരംഭ ഓർഡർ നൽകി കഴിഞ്ഞു. ലഡാക്കിന്റെ ഉയർന്ന ഉയരത്തിൽ കാര്യമായ നേട്ടമുള്ള ടൈപ്പ് 15 പോലുള്ള ചൈനയുടെ നിലവിലുള്ള കനം കുറഞ്ഞ പർവ്വത ടാങ്കുകളുടെ തോത് സന്തുലിതമാക്കാൻ സോറവാർ സഹായിക്കും. ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ തൊടുക്കാൻ കഴിവുള്ള 105 mm വെടിയുണ്ടകൾ ഇത് പായിക്കുകയും ചെയ്യും. ഉയർന്ന കാലിബർ തോക്ക്, മോഡുലർ സ്ഫോടനാത്മക റിയാക്റ്റീവ് കവചവും ഇതിനുണ്ട്. ഡ്രോണുകളുമായും യുദ്ധ മാനേജ്മെന്റ് സിസ്റ്റങ്ങളുമായും സംയോജനം നടത്തുന്ന അത്യാധുനിക റഡാർ സംവിധാനമുണ്ട്.
ലഡാക്കിലെയും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലെയും ഉയർന്ന പ്രദേശങ്ങളിൽ അതിവേഗം വിന്യസിക്കാനും കൈകാര്യം ചെയ്യാനും സോറവാർ ലൈറ്റ് ടാങ്കിന്റെ ഇന്റൻഷൻ ഇന്ത്യൻ സൈന്യത്തിന് നിർണായക ശേഷിയും നൽകും. മൊബിലിറ്റി, ഫയർ പവർ, നൂതന സംവിധാനങ്ങൾ എന്നിവയുടെ സംയോജനം തന്ത്രപ്രധാനമായ ഈ മേഖലകളിൽ ചൈനക്കെതിരായ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സൈനിക നിലപാടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. കണ്ടോ ഇപ്പോഴല്ലേ മനസ്സിലായത് ചൈന എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയോട് സൗഹൃദം ഭാവിക്കുന്നതെന്ന്.